ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ശാസ്താംകോട്ടയിൽ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായത് മധ്യവയസ്കയുടെ സഹോദരൻ. പുനലൂർ പത്തനാപുരം പാതയിൽ നെല്ലിപ്പള്ളി ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ തടയാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ചടയമംഗലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടുന്നില്ല. പ്രതിഷേധം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. ശാസ്താംകോട്ടയിലെ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മധ്യവയസ്കയുടെ സഹോദരൻ ശശിധരൻ പിള്ളയാണ് അറസ്റ്റിലായത്. സ്വർണം തട്ടിയെടുക്കാൻ സഹോദരിയെ കൊന്ന് കിണറ്റിലെറിഞ്ഞ കേസിൽ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുരീപ്പുഴ ഐക്കര തെക്കേതിൽ വീട്ടിൽ മണിയൻ എന്ന 70-കാരനായ ശശിധരൻ പിള്ളയാണ് പോലീസിന്റെ പിടിയിലായത്. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി കുതിരപ്പന്തി പടിഞ്ഞാറ്റേതിൽ 67-കാരിയായ സുമതിക്കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. ഈ മാസം 13-നാണ് സുമതിക്കുട്ടിയമ്മയെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയപ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റതായും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും കണ്ടെത്തി. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കട്ടിലിലും മുറിയിലെ ഭിത്തിയിലും രക്തക്കറ കണ്ടെത്തിയത്. ഇതോടെ കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഇയാളുടെ ബോഡിയിൽ, ഇയാളുടെ ഷർട്ടിലും ഒക്കെ മുണ്ടിലും ബ്ലഡുണ്ട്. ഒന്ന് കുളിച്ചു, കഴുകി വൃത്തിയാക്കി. ഒരു 3 മണിയോടുകൂടി അയാൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം രാത്രി നടന്ന പോലീസ് വല്ലതും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു 3 മണി ശേഷം ഇറങ്ങി. ഇയാൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് നേരെ അങ്ങ് പോയി. അന്ന് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഇയാൾ ടെറസിൻ്റെ മുകളിലാണ് കിടന്നത്. ടെറസിൻ്റെ മുകളിൽ, ആരും വിളിക്കാതെ ടെറസിൻ്റെ മുകളിൽ കിടന്നു. അടുത്ത ദിവസം രാവിലെ എന്നിട്ട് വീട്ടിൽ അകത്ത് കയറി കുളിച്ച് ബാക്കിയെല്ലാം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇയാൾ കിടന്നുറങ്ങി. കുറച്ച് നേരം കിടന്നുറങ്ങി. തലേദിവസം വരുമ്പോഴും ഇയാൾ നല്ല മദ്യത്തിലായിരുന്നു. മദ്യം കഴിച്ചിട്ടാണ് ഇവിടെ വന്നത്. അന്നും എന്നും പോയിട്ട് വീണ്ടും മദ്യപിച്ച് അവിടെ കിടന്നു. ഈ ഒരു 6-7 മണിക്ക് ശേഷം ഇത് ആളുകൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഇയാളെയും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഇയാൾ അന്ന് ഇങ്ങോട്ട് വന്നില്ല, ഈ ഭാഗത്തേക്ക് വന്നില്ല. അതും സംശയത്തിന് കൂടുതൽ സംശയിക്കേണ്ട സാഹചര്യം വന്നു. നോക്കി ഇയാൾ ഇങ്ങോട്ട് വന്നതുമില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞു, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം തന്നെ അവിടെ ഷാഡോ പോലീസ് ടീമിനും ബാക്കിയെല്ലാം കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി. ഇവിടുന്നൊക്കെ കുറച്ച് ഇൻഫർമേഷൻ എല്ലായിടത്തുനിന്നും പല ടീമുകളായിട്ട് വിട്ടത് ഇൻഫർമേഷൻ എല്ലാം കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഇയാളെ അവിടെ വന്നു എന്നുള്ളത് വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ വന്ന് വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, വിശദമായിട്ട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത്. സുമതിക്കുട്ടിയമ്മയുടെ 3 സഹോദരങ്ങളിൽ ഒരാളായ മണിയൻ പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന സഹോദരിയെ കാണാൻ എത്താറുണ്ടായിരുന്നു. 12-ാം തീയതി രാവിലെ 9:30 ഇയാൾ മദ്യപിച്ച് സഹോദരിയുടെ വീട്ടിലെത്തി. സഹോദരി നൽകിയ ഭക്ഷണം കഴിച്ച ശേഷം ഇവരുടെ ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു. നൽകാത്തതിനെ തുടർന്ന് ഇവർ തമ്മിൽ ചെറിയ തോതിൽ സംസാരമുണ്ടായി. തുടർന്ന് ഉറങ്ങാൻ കിടന്ന സഹോദരിയെ അടുക്കളയിൽ നിന്നും അമ്മിക്കല്ലിന്റെ കുഴവി എടുത്തുകൊണ്ടുവന്ന് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. ബഹളം വെക്കാൻ ശ്രമിച്ച ഇവരുടെ തല ഭിത്തിയിൽ ചേർത്തുപിടിച്ച് ഇടിക്കുകയും ചെയ്തു. മരണം സ്ഥിരീകരിക്കാൻ വീണ്ടും കുഴവി കൊണ്ട് അടിച്ചു. അനക്കമില്ലാതെ തറയിൽ വീണപ്പോൾ ആഭരണങ്ങൾ ഊരിമാറ്റിയ ശേഷം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കിണറ്റിൽ തള്ളുകയായിരുന്നു. രാവിലെ പൂജയ്ക്കായി കിണറ്റിൽ നിന്നും വെള്ളം കോരിയപ്പോൾ വീണതാണെന്ന് തെറ്റിദ്ധരിക്കാൻ കിണറ്റിൻകരയിൽ പൂജയ്ക്ക് വെള്ളമെടുക്കുന്ന കിണ്ടിയും കൊണ്ടുവച്ചു. തുടർന്ന് വീട്ടിൽ തങ്ങിയ ഇയാൾ വെളുപ്പിനെ 3 മണിയോടെ സ്വന്തം വീട്ടിലെത്തി ടെറസിൽ കിടന്നുറങ്ങി. സാധാരണ പോലെ പെരുമാറുകയും ചെയ്തു. സംഭവം വിവാദമാകുന്നതിന് മുന്നേ പോലീസ് ഉണർന്നു നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്തിയത്. ഇയാളുടെ ദേഹത്ത് കണ്ട നഖത്തിന്റെ പാടുകളാണ് ഏറെ നിർണായകമായത്. ഡിവൈഎസ്പി ബി കൃഷ്ണകുമാർ, ശാസ്താംകോട്ട CI പ്രസന്നൻ, SI വിദ്യാധിരാജൻ, ഷാഡോ പോലീസ് SI ബിനോജ്, ASIമാരായ AC ഷാജഹാൻ, ശിവശങ്കരപിള്ള, ആഷിഖ് കോഹൂർ, രാജേഷ്, സുനിൽകുമാർ എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 3-ാം മുറ ഇനിയില്ല. കുറ്റവാളികളെ ശീതീകരിച്ച മുറിയിൽ ചോദ്യം ചെയ്യും. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ചോദ്യം ചെയ്യൽ മുറി കൊട്ടാരക്കരയിൽ സജ്ജമായി. കുറ്റവാളികൾ എന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നതിനും ശാസ്ത്രീയമായി കുറ്റം തെളിയിക്കുന്നതിനും റൂറൽ പോലീസ് ആധുനിക ചോദ്യം ചെയ്യൽ മുറി തയ്യാറാക്കി. കുറ്റവാളികളെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനും നിരീക്ഷിക്കാനും ഉതകുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് കൊട്ടാരക്കര തൃക്കണ്ണമംഗലിൽ KIP കൈമാറിയ സ്ഥലത്താണ് ആധുനിക ചോദ്യം ചെയ്യൽ മുറി തയ്യാറായിട്ടുള്ളത്. റൂറൽ SP S സുരേന്ദ്രൻ
ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ശീതീകരിച്ച മുറിയിൽ ക്യാമറ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സജ്ജമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റാരോപിതനെ ചോദ്യം ചെയ്യുമ്പോൾ അയാളുടെ ചലനങ്ങളും പ്രവൃത്തിയും സൂക്ഷ്മമായി മറ്റു മുറികളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറ്റാരോപിതന് ഇവരെ കാണുവാനും കഴിയില്ല. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാനസിക വിദഗ്ധന്റെയും ഡോക്ടറുടെയും സേവനം ഉറപ്പാക്കുകയും ചെയ്യും. ഇടിമുറികൾ എന്ന പഴയ സങ്കല്പം ഇല്ലാതാക്കി ശാസ്ത്രീയ രീതിയിൽ കുറ്റം തെളിയിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് SP S സുരേന്ദ്രൻ പറഞ്ഞു. കേസിൽ സംശയിക്കുന്നത്, ഏതെങ്കിലും കേസുകളിൽ സംശയിക്കുന്നതോ അല്ലെങ്കിൽ പ്രതികളോ മറ്റെന്തെങ്കിലും കൂടുതൽ ശാസ്ത്രീയപരമായ രീതിയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ സംവിധാനത്തോടുകൂടി ഒരു മോഡേൺ ഇൻ്ററോഗേഷൻ റൂം അതായിട്ടാണ് ഇനോഗ്രേഷൻ നടത്തിയത്. എല്ലാ ജില്ലകളിലും അത് ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൊല്ലം റൂറൽ ജില്ലയിലും ഇതാണിന്നിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് രീതിയിലുള്ള മറ്റൊന്നും തന്നെ ഇല്ലാതെ വളരെ ശാസ്ത്രീയപരമായി അപഗ്രഥിച്ചുകൊണ്ട് സംശയിക്കുന്നവരെയോ അല്ലെങ്കിൽ പ്രതികളെയോ അപഗ്രഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കേസ് ഡിറ്റക്ഷൻ ആക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ അത് കൃത്യമായും വ്യക്തമായും രീതിയിൽ തെളിവ് ശേഖരിച്ചുകൊണ്ട് കേസിനും പ്രോസിക്യൂഷനും പ്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ശാസ്ത്രീയപരമായ ഒരു രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂമാണ്, ഒരു ഇൻ്ററോഗേഷൻ റൂമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംവിധാനം ഒരുക്കിയത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളോടും ചേർന്ന് ഇത്തരം മുറികൾ സജ്ജമാക്കി വരികയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സോക്കർ പുനലൂരിന്റെ ആഭിമുഖ്യത്തിൽ 3ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ നടത്തിയിരുന്നു എന്നൊക്കെ സ്വാഗത പ്രാസംഗികം പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്നും വളരെ വ്യത്യാസമായി നല്ല രീതിയിൽ തന്നെ ഈ മത്സരം നടക്കട്ടെ. വരും കാലഘട്ടങ്ങളിൽ ഈ ഒരു ടീം നല്ല രീതിയിൽ 3ാമത് അഖില കേരള സെവൻസ് ഫുട്ബോളിന്റെ ടൂർണമെന്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എന്നാൽ 4ാമതും 5ാമതും ഒക്കെ വളരെ പ്രൗഢഗംഭീരമായി വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ഭാഗത്ത് നടക്കട്ടെ. എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ടീം അംഗങ്ങളെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പരികാലങ്ങളിൽ നല്ല രീതിയിൽ നടക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും വാർഡ് കൌൺസിലർ സബീന സുധീർ, മുൻ നഗരസഭാ ചെയർമാൻ K. രാധാകൃഷ്ണൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. സോക്കർ പുനലൂർ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അനിൽ ഇംപീരിയൽ നന്ദി പറഞ്ഞു. മുൻ നഗരസഭാ ചെയർമാൻ K. രാധാകൃഷ്ണൻ കിക്ക് ഓഫ് ചെയ്തതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി. 12 കിരൺ, ജേഴ്സി നമ്പർ 9 സഞ്ജു, ജേഴ്സി നമ്പർ 6 സുഭാഷ്, ജേഴ്സി നമ്പർ 1 സരു. അടുത്തതായി കൊല്ലം ദ്വിവാണ് നീഗ്രോസ് കൊല്ലം, ജേഴ്സി നമ്പർ 1 ഷിഗാസ്, ജേഴ്സി നമ്പർ 7 രാഹുൽ, ജേഴ്സി നമ്പർ 6 ഇയോ, ജേഴ്സി നമ്പർ 3 പോട്ടെ. മെയ് 17 മുതൽ 21 വരെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ പത്തനാപുരം പാതയിൽ നെല്ലിപ്പള്ളി ഭാഗത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്നു. അപകടങ്ങൾ തടയാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച പകൽ 1:30 നെല്ലിപ്പള്ളി ശിവക്ഷേത്രത്തിന് സമീപത്തെ വളവിൽ പാതയോരത്ത് നിർത്തിയിട്ട കാർ മറ്റൊരു കാർ ഇടിച്ച് 12 അടി താഴ്ചയിലേക്ക് മറിഞ്ഞതാണ് ഒടുവിലത്തെ അപകടം. തിരുവനന്തപുരം സ്വദേശികളായ അധ്യാപക ദമ്പതികൾ സഞ്ചരിച്ച കാറാണ് മറിഞ്ഞത്. സമീപത്തെ ചായക്കടയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ പിന്നിലേക്കാണ് അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചത്. അധ്യാപക ദമ്പതികൾ കാറിൽ നിന്ന് പുറത്തിറങ്ങും മുമ്പേ അപകടമുണ്ടായി. നാട്ടുകാരാണ് കുഴിയിൽ തലകീഴായി മറിഞ്ഞ കാർ ഉയർത്തി യാത്രക്കാരെ പുറത്തെടുത്തത്. യാത്രക്കാർക്ക് കൈക്ക് പരിക്കേറ്റു.
ഒരു മാസം മുമ്പേ ഇവിടെ അമിത വേഗതയിലെത്തിയ കാർ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് ബൈക്ക് യാത്രികനായ ആർച്ചൽ സ്വദേശി മരിച്ചിരുന്നു. ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളുടെ അമിത വേഗത തടയാൻ നടപടിയില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്. റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം അവഗണിക്കുകയാണ്. ടാറിങ്ങിന്റെ വശത്തെ മണ്ണിട്ട് ഉയർത്താത്ത ഭാഗങ്ങളിലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൃഷിയെ സാമൂഹ്യ സേവനത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഭാഗമായി കാണണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ആനുകൂല്യങ്ങൾ കാലങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അവരവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് നൽകുന്നതെന്നും ഇത്തരം പ്രവണതകൾ അനുവദിക്കില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. കാർഷിക രംഗത്ത് സംസ്ഥാനം കൂടുതൽ മുന്നേക്കം പോകേണ്ടതിന്റെ അനിവാര്യത ഊന്നി പറഞ്ഞുകൊണ്ടാണ് VS സുനിൽകുമാർ തന്റെ ഉദ്ഘാടന പ്രസംഗം തുടർന്നത്. കാർഷിക മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് വിചാരിച്ചാലേ നടക്കുള്ളൂ. കൃഷി വകുപ്പ് മാത്രം വിചാരിച്ചാൽ കാർഷിക മേഖല മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കൃഷിയോടുള്ള മനുഷ്യന്റെ സമീപനത്തിൽ തന്നെ മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യം പ്രസക്തമായിട്ടൊരു കാര്യമാണ്. നമ്മളിവിടെ കേരളത്തില് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ ഒരു 40% മാത്രമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. ബാക്കി 60% തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്നതാണ്. പല രീതിയിൽ സിംഹഭാഗം തമിഴ്നാട്ടിൽ നിന്നാണ്. നമുക്ക് ആവശ്യമായ അരി, നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ 2 മാസത്തേക്കുള്ള അരി പോലും നമ്മളോട് ഉത്പാദിപ്പിക്കുന്നില്ല. എല്ലാം വരുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ്. എല്ലാ പലവ്യഞ്ജനങ്ങളും ഉത്പാദിപ്പിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകൾ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ഥിതി. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നെല്ലുൽപാദനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമായ 40 ലക്ഷം മെട്രിക് ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കേണ്ട സ്ഥലത്ത്, അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് 5.5 ലക്ഷമാണ് നമ്മുടെ ഉൽപാദനം. നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് കേരളത്തിൽ 90,000 1 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാവുന്ന നെൽവയലുകൾ നമ്മൾ തരിച്ചിട്ടിരിക്കുന്നത് ഈ കേരളത്തിലാണ്. നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് ഹെക്ടർ പ്രദേശം പച്ചക്കറി കൃഷി ചെയ്യാൻ യോഗ്യമായ സ്ഥലം കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആരും കൃഷി ചെയ്യാൻ താല്പര്യമില്ല. എല്ലാവരും പറയുന്നത് കൃഷി നഷ്ടമാണ്, കൃഷി കൊണ്ട് മെച്ചമുണ്ടാവില്ല, കൃഷി നമുക്കൊരിക്കലും ഒരു നല്ല പ്രൊഫഷൻ അല്ല. ഒരാളോട് കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം കൃഷി ചെയ്യാതിരിക്കാൻ എന്താണ് മാർഗം എന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാല് വേണം, പക്ഷെ പശുവിനെ വളർത്താൻ നമ്മൾ തയ്യാറല്ല. പാലിന് വില കൂടാൻ പാടില്ല. വെള്ളത്തിന് 2 രൂപ കൂടുതൽ കൊടുത്താലും പാലിന് വില കൂട്ടിത്തരാൻ ആരും തയ്യാറല്ല. എങ്ങനെയാണ് പാൽ ഉത്പാദിപ്പിക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയാൻ ആർക്കും താല്പര്യമില്ല. അരിയുടെ വില വർദ്ധിക്കാൻ പാടില്ല, പക്ഷെ നെൽകൃഷിയെ നമ്മൾ സമ്മതിക്കില്ല. ഉള്ള നെൽവയലൊക്കെ നമ്മൾ നികത്തും. പച്ചക്കറിക്ക് വില കൂടാൻ പാടില്ല. തമിഴ്നാട്ടിൽ നിന്ന് വിഷമില്ലാത്ത പച്ചക്കറി കിട്ടണം. വിഷമില്ലാത്ത പച്ചക്കറി കിട്ടാൻ വേണ്ടി മന്ത്രിയെ വിളിച്ച് എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാം ആൾക്കാര്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ഒക്കെ പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ്? വിഷമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ഇവന് വിഷമില്ലാത്ത കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലുണ്ടാക്കില്ല, നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കാൻ തയ്യാറല്ല. ഈ ഒരു മനോഭാവം നമ്മൾ മാറ്റാത്തിടത്തോളം കാലം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ രോഗിയായി മരിക്കേണ്ടി വരും. ക്യാൻസർ പിടിച്ച് കേരളത്തിൽ ജനങ്ങൾ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നിനും ചികിത്സയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന പണം നമ്മൾ ഇനി കൂടുതൽ കൊടുക്കേണ്ടി വരും. നമ്മുടെ സിംഹഭാഗം വരുമാനവും മരുന്നിനും ചികിത്സയ്ക്കും വേണ്ടി കൊടുക്കേണ്ട ഗതിയിലേക്ക് നമ്മുടെ കേരളം വന്നുകൊണ്ടിരിക്കുകയാണ്. കിണറ്റിൽ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ടാങ്കർ ലോറിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ട് മാത്രം നമുക്ക് വെള്ളം കിട്ടില്ല. മഴ പെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പെയ്ത മഴ ഇവിടെ തടഞ്ഞു നിർത്തി അത് ഭൂഗർഭജലമാകണമെങ്കിൽ ഇവിടെ നെൽകൃഷി വേണം. കൃഷി ചെയ്യുന്ന സൗകര്യം ഉണ്ടായിരിക്കണം. ഇവിടെ തോടുകൾ ഉണ്ടാവണം, ഇവിടെ കുളങ്ങൾ ഉണ്ടാകണം, ഇവിടെ തണ്ണീർത്തടങ്ങൾ ഉണ്ടാകണം. പക്ഷെ എല്ലാ കുളങ്ങളും നമ്മൾ നികത്തും, എല്ലാ തോടുകളും നമ്മൾ കയറി ഓടാക്കി മാറ്റും, എല്ലാ കിണറുകളും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന മാലിന്യ ടാങ്കുകളാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന 100 കണക്കിന് കിണറുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ആ കിണറുകളിലൊക്കെ വേസ്റ്റ് കൊണ്ടിട്ട് നിറച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ പറയുന്നത് നമുക്ക് ശുദ്ധജലം വേണം. വെള്ളം കിട്ടാതാവുമ്പോൾ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കുടംവെള്ളവുമായിട്ട് നമ്മൾ കുടം തലയിൽ വെച്ച് യാത്ര നടത്തി അവിടെ പോയി കുടമുടച്ച് സമരം നടത്തും. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഖരാവ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, വെള്ളത്തിന് വേണ്ടി സമരം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിന്റെ സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരവും നമ്മുടെ ആളുകൾ ആരും നടത്തി കണ്ടിട്ടില്ല. വെള്ളത്തിന്റെ സ്രോതസ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സമരം നടത്തിക്കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. ജലസ്രോതസ്സുകളുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ നമ്മുടെ കൃഷിസ്ഥലങ്ങളാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ വയലുകളാണ്. വയലുകൾ കൃഷി ചെയ്യാതായതോടുകൂടി വയലുകളിലേക്ക് വെള്ളം വരാനും പോകാനുമുള്ള തോടുകൾ നമ്മൾ വേണ്ട എന്ന് വെച്ചു. അതുമായി ബന്ധപ്പെട്ട കുളങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചു. അപ്പൊ കൃഷി നശിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, കൃഷിയിൽ നിന്നും വിമുഖത കാണിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുന്ന കാര്യം, നമ്മുടെ അടിസ്ഥാന കാര്യമായിരിക്കുന്ന ശുദ്ധജലം ഉൾപ്പെടെയുള്ള നമ്മുടെ അടിസ്ഥാന വിഭവങ്ങൾ നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വികസനം ഉണ്ടാക്കി, ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടാക്കി, തോടുകൾ ഉണ്ടാക്കി, പാലങ്ങൾ ഉണ്ടാക്കി, നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള 1 കോടിയിലധികം വാഹനങ്ങൾ ഓടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അമേരിക്കയിൽ ഒരു വ്യക്തി 5-6 പേർക്ക് ഒരു കാറാണ് വാഹനമാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ 5 പേർക്ക് ഒരു വാഹനം എന്ന നിലയിലുള്ള വാഹനങ്ങളുടെ നാടാണ് കേരളം. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ മൂലധനം വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ പ്രകൃതി മൂലധനം എന്നൊരു സംഗതി ഉണ്ട്. നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന വളരെ മാനവരാശിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന നാച്ചുറൽ ക്യാപിറ്റലാണ്. ഈ നാച്ചുറൽ ക്യാപിറ്റലിന്റെ ശോഷണമാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്നും എല്ലാറ്റിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന പരാശ്രയ സംസ്ഥാനമായി കേരളം മാറിയെന്നും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം ഭാവിയിൽ വൻ ദുരന്തത്തിന് ഇടയാക്കുമെന്നും മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് 1000 അഗ്രോ ഇൻഡസ്ട്രി സെന്ററുകൾ ആരംഭിക്കുമെന്നും പ്രകൃതിയെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കിയിട്ട് ശുദ്ധജലവും ശുദ്ധവായുവും വേണമെന്നാണ് മലയാളി ആവശ്യപ്പെടുന്നതെന്നും ഹരിത കേരളം പദ്ധതിയിലൂടെ കേരളത്തിന്റെ പ്രകൃതി സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാലരുവി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാനും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ രാജ്യസഭാ അംഗവും CPM ജില്ലാ സെക്രട്ടറിയുമായ KN ബാലഗോപാൽ മികച്ച കർഷകരെ ആദരിച്ചു. പച്ചക്കറി തൈകളുടെ വിതരണം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ K രാജഗോപാൽ നിർവഹിച്ചു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റാൻലി ചാക്കോ ആമുഖ പ്രസംഗം നടത്തി. NS പ്രസന്നകുമാർ സ്വാഗതം ആശംസിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ജോർജ് മാത്യു, കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശിവശങ്കരപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആശാ ശശിധരൻ, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, M മീരാപിള്ള, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് മുഹമ്മദ്, AB അൻസാർ, മിനി ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KC മണി, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, DCC ജനറൽ സെക്രട്ടറി M ഷേഖ് പരീദ്, കേരള കോൺഗ്രസ് B നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ, T അയൂബ് ഖാൻ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസാ പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. കാട്രാക്ട്, ഗ്ലൂക്കോമ,
and Diabetic Eye Care Center. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ, പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. വേനലവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുനലൂർ തൂക്കുപാലത്തിൽ സന്ദർശകരുടെ തിരക്കേറുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ചരിത്രവിസ്മയം കാണാൻ ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അടുത്തിടെയാണ് പുനലൂർ തൂക്കുപാലം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത്. വേനലവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി സഞ്ചാരികൾ ഈ ചരിത്ര വിസ്മയം ആസ്വദിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. ദൂരനാടുകളിൽ നിന്നും എത്തുന്ന സഞ്ചാരികളിൽ പലരും പുനലൂരെത്തി തൂക്കുപാലത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങാറ്. തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും തൂക്കുപാലത്തിലൂടെയുള്ള കാൽനടയാത്ര പൊതുജനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. തൂക്കുപാലത്തിന്റെ വശങ്ങൾ മോടി പിടിപ്പിച്ച് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ അവശേഷിക്കുന്നു. ഈ സാഹചര്യത്തിലും ഈ ചരിത്ര വിസ്മയം കാണുന്നതിനായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. 1877 എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ കച്ചേരി റോഡിൽ അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. ഇത് റോഡിൽ വൻ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. നിരവധി സർക്കാർ ഓഫീസുകൾ ഉൾപ്പെട്ട മിനി സിവിൽ സ്റ്റേഷൻ, കോടതികൾ, നഗരസഭാ കാര്യാലയം, വില്ലേജ് ഓഫീസ്, താലൂക്ക് ആശുപത്രി എന്നിവ കച്ചേരി റോഡരികിലാണ് പ്രവർത്തിക്കുന്നത്. ഈ റോഡരികിലെ അനധികൃത വാഹന പാർക്കിംഗ് വൻ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾക്ക് പോലും പോകാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടാണ് അനധികൃത പാർക്കിംഗ് മൂലം ഇവിടെ ഉണ്ടാകുന്നത്. താലൂക്ക് ആശുപത്രിക്ക് സമീപം റോഡിന്റെ വശങ്ങൾ വഴിയോര കച്ചവടക്കാർ കൂടി കൈയേറുന്നതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാകും. പ്രവൃത്തി ദിവസങ്ങളിലാണ് ഇവിടെ ഗതാഗതക്കുരുക്ക് ഏറ്റവും രൂക്ഷമാകുന്നത്. മുൻപ് ഇവിടെ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കാര്യമായി ഫലം കണ്ടില്ല. ഇവിടുത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനായി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ചടയമംഗലത്തെ ബിവറേജ് ഔട്ട്ലെറ്റ് പൂട്ടാത്തതിൽ വൻ പ്രതിഷേധം. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാക്കൾ പറഞ്ഞു. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വയൽ നികത്തിയാണ് കെട്ടിടം നിർമ്മിച്ച് ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഈ ഔട്ട്ലെറ്റ് പൊതുസമൂഹത്തിന് വൻ ഭീഷണിയാണെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്റ്റേറ്റ് ഹൈവേയിൽ കിടന്ന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അവിടുന്ന് 50 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ സ്ഥിതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടത്തേക്ക്, കാരണം ഈ മാറ്റി സ്ഥാപിച്ച MC റോഡിൽ നിന്ന് 50 മീറ്റർ ദൂരത്തേക്ക് മാറ്റി സ്ഥാപിച്ച സ്ഥലത്തിന് ഒരു വഴി നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് നീർത്തട പദ്ധതിയുടെ ആ ഓഫീസിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ആ ഒരു വഴി, ആ വഴിയിൽ 500 മീറ്റർ വരുത്തത്തക്കവണ്ണമുള്ള രീതിയിൽ അശാസ്ത്രീയമായിട്ട് നിലം നികഴ്ത്തി ഒരു സ്വകാര്യ വ്യക്തി WPC 14708 നമ്പരായി ഒരു വിധി പ്രഖ്യാപിച്ചു. ചടയമംഗലത്തെ ഈ ഔട്ട്ലെറ്റിനെ സംബന്ധിച്ച് അത് കൂട്ടണമെന്ന് പറഞ്ഞു. അത് കൊടുത്തതെന്ന് പറയുന്നത് ബീവറേജിന്റെ MD-ക്കാണ്. ആ വിധി 28-ാം തീയതി വന്നിട്ട് ഇന്ന് വരെ അത് കൂട്ടിയിട്ടില്ല. ഇന്ന് ഇവിടുത്തെ ചടയമംഗലത്തെ സ്ഥിതി എന്താ? അതിനെ കൂടെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയന്ന് ഓടുന്ന സ്ഥിതി, കൊച്ചു പെൺകുട്ടികൾ വരെ പോകുമ്പോൾ അവരെ മദ്യപാന്മാർ ആക്രമിക്കുന്ന സ്ഥിതി. ഈ സ്ഥിതിയിൽ എങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? സുപ്രീം കോടതി, ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഇത് കൂട്ടുന്നില്ല. ജനസാന്ദ്രത കൂടിയ മേഖലയിലാണ് ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഏപ്രിൽ 28-ന് ഔട്ട്ലെറ്റ് പൂട്ടണമെന്ന വിധി പുറപ്പെടുവിക്കുകയും ബിവറേജസ് കോർപ്പറേഷൻ MD-ക്ക് ഉത്തരവ് നൽകുകയും ചെയ്തിട്ടും വിധി നടപ്പിലായിട്ടില്ല. ഔട്ട്ലെറ്റിന് സമീപത്തായി സംസ്ഥാന മണ്ണ് പരിവേഷണ കേന്ദ്രം, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്റർ, ആയുർവേദ ആശുപത്രി, കൃഷിഭവൻ, ക്ഷീരവികസന ഓഫീസ്, പമ്പാസദ്യ നടത്തുന്ന
ഒലിപ്പുറം കടവ്, മഹാദേവക്ഷേത്രം ആറാട്ടുകടവ്, ഒലിപ്പുറം കോളനി തുടങ്ങിയവയും 100 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറി മുങ്ങുന്ന വയലിലാണ് മണ്ണിട്ട് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും സന്ധ്യ കഴിഞ്ഞാൽ KSRTCയിൽ വരുന്ന യാത്രക്കാർക്കും ചടയമംഗലം നടുക്കുന്ന് നിവാസികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും ഇവർ ആരോപിക്കുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് കുരുപ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മടത്തിൽ മോഹനൻപിള്ള, KTUC മണ്ഡലം പ്രസിഡന്റ് രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂരിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറ്റിൽ മാലിന്യ നിക്ഷേപം പെരുകുന്നു. കല്ലടയാറിന് സമീപത്തുള്ള ഹോട്ടലുകളിൽ നിന്നും ഓഡിറ്റോറിയങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് പ്രധാനമായും ആറ്റിൽ നിക്ഷേപിക്കുന്നത്. പുനലൂരും പരിസര പ്രദേശത്തുമുള്ള പ്രധാന ജലസ്രോതസ്സാണ് കല്ലടയാറ്. നിരവധി കുടിവെള്ള പദ്ധതികൾക്കായി ജലം ശേഖരിക്കുന്നതും കല്ലടയാറിൽ നിന്ന് തന്നെ. എന്നാൽ കല്ലടയാർ ഇപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. കല്ലടയാറിൽ തൂക്കുപാലത്തിന് സമീപത്തായാണ് മാലിന്യ നിക്ഷേപം ഏറ്റവും പെരുകുന്നത്. സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും ഓഡിറ്റോറിയങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ കല്ലടയാറ്റിലേക്ക് ഒഴുകുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കല്ലടയാറിൽ നിക്ഷേപിക്കുകയാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ലടയാറ്റിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുന്നു. ഇത്തരത്തിൽ മാലിന്യവാഹിയായ കല്ലടയാറ്റിലെ ജലം ഉപയോഗിക്കുന്നത് മൂലം പകർച്ചവ്യാധികൾ പെരുകാനും സാധ്യത ഏറെയാണ്. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. ശാസ്താംകോട്ടയിൽ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായത് മധ്യവയസ്കയുടെ സഹോദരൻ. പുനലൂർ പത്തനാപുരം പാതയിൽ നെല്ലിപ്പള്ളി ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ തടയാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ചടയമംഗലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടുന്നില്ല. പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.